അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. നീതിക്ക് നിലനിൽപ്പിന് യുവതയുടെ സമരസാക്ഷ്യം എന്ന തലക്കെട്ടിൽ ഇവിടെ നടക്കുന്ന സോളിഡാരിറ്റി കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ പടച്ചതമ്പുരാന്റെ നാമത്തിൽ നിർവഹിച്ചതായി ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന യുവജന പ്രസ്ഥാനം കേരളത്തിലെ ഐതിഹാസികമായ ഒരു സംഭവമാണ്. വിഭജനത്തിന് ശേഷം മുസ്ലിം സമൂഹത്തോട് ജമാഅത്ത് പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ സാമുദായികമായി സംഘടിക്കരുത് എന്നാണ്. സമുദായത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സംഘടിക്കുന്നതിന് പകരം മുസ്ലിങ്ങൾ വേണ്ടത് തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തെ ജീവിതത്തിൽ പകർത്തുകയും അതിന്റെ മഹിതമായ മാതൃകകളായി ഈ ബഹുസ്വര സമൂഹത്തിൽ നിലകൊള്ളുകയും എന്നിട്ട് മനുഷ്യ സമൂഹത്തിൽ നന്മ സ്ഥാപിക്കുവാനും മനുഷ്യ സമൂഹത്തിൽ നിന്ന് തിന്മ ഉച്ചാടനം ചെയ്യുവാനും ശ്രമിക്കുകയാണ് എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിഭജനത്തിന് ശേഷം നൽകിയ ഉപദേശം. നമ്മുടെ രാജ്യത്തിന്റെ സ്വയം നിർണയാവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നതുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഗൗരവതരമായ പ്രചാരണ പരിപാടികൾക്ക് ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രചാരണ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തു എന്ന് മാത്രമല്ല, സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടായിരിക്കണം നമ്മുടെ സമീപനം എന്ന് സ്വീകരിക്കുകയും സാമ്രാജ്യത്വത്തിനെതിരായി സ്വന്തം ജീവിതം കൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും സമരം ചെയ്യുവാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. 2-3 കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോടാണ്. നമ്മുടെ ഇടയിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതവിശ്വാസമില്ലാത്തവരുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, ഗാന്ധിയൻ സോഷ്യലിസ്റ്റുകളുണ്ട്. ഞാൻ പറയുന്നത് നഹ്നു ഉമ്മത്തുൻ വാഹിദ എന്നാണ്. നഹ്നു ഉമ്മത്തുൻ വാഹിദ, നമ്മൾ ഒരൊറ്റ സമുദായമാണ്, ഒരൊറ്റ സമൂഹമാണ്. പ്രവാചകൻ മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ ക്രൈസ്തവരെയും ജൂതരെയും അജ്ഞാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു കരാറുണ്ടാക്കി. ആ കരാറിന്റെ വാചകമാണ് നഹ്നു ഉമ്മത്തുൻ വാഹിദ, നമ്മൾ ഒരൊറ്റ സമുദായമാണ്. ലിൽ മുസ്ലിമീന ദീനുഹും വലിൽ യഹൂദി ദീനുഹും, മുസ്ലിങ്ങൾക്ക് അവരുടെ ആദർശം, യഹൂദികൾക്ക് അവരുടെ ആദർശം, ഹിന്ദുക്കൾക്ക് അവരുടെ ആദർശം, ക്രൈസ്തവർക്ക് അവരുടെ ആദർശം, മുസ്ലിങ്ങൾക്ക് അവരുടെ ആദർശം. വ്യത്യസ്ത മതസമൂഹങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ഈ കാഞ്ഞിരപ്പള്ളി അങ്ങാടിയിൽ തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങളോട് ഞാൻ പറയുന്നു, നഹ്നു ഉമ്മത്തും വാഹിദ, നമ്മൾ ഒരൊറ്റ സമുദായമാണ്. ജാതിപരമായ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കാം, ഭാഷാപരമായ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കാം, മതപരമായിട്ടുള്ള ബഹുസ്വരതകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നഹ്നു ഉമ്മത്തുൻ വാഹിദ, നമ്മളെല്ലാവരും ഒരൊറ്റ സമുദായമാണ്. ഒരൊറ്റ സമൂഹത്തെയും അല്ലാഹു മാറ്റുകയില്ല. അവർ സ്വന്തത്തെ മാറ്റുന്നത് വരെ, സ്വയം പരിവർത്തിതരാകാൻ തീരുമാനിക്കാതെ, സ്വയം മാറാൻ തീരുമാനിക്കാതെ അല്ലാഹു നമ്മെ മാറ്റുകയില്ല. അതുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കണം.
ഉണർന്നെഴുന്നേൽക്കണം, വിദ്യാഭ്യാസം ആർജിക്കണം, സംസ്കാരം ആർജിക്കണം, ആദർശത്തെ കൈയേൽക്കണം, ആ ആദർശം കൊണ്ട് സ്വന്തം കുപ്പായമണിയണം, ആ ആദർശവുമായി വിദ്യാഭ്യാസവുമായി സംസ്കാരവുമായി ജനങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കണം, അതിന് തയ്യാറാകണം. ഇതാണ് മുസ്ലിം സമൂഹത്തോട് എനിക്കൊന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത്, നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കണം, രാജ്യനിവാസികളെ സ്നേഹിക്കണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാജ്യമോ രാജ്യനിവാസികളോടും നമ്മുടെ ശത്രുക്കളല്ല. ഏതാനും ആളുകൾ ഒരുപക്ഷെ വർഗീയവാദം ഉൾക്കൊള്ളുന്നവരുണ്ടായേക്കാം, അവരെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ പൊതുവിൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ മുസ്ലിങ്ങളുടെ ശത്രുക്കളല്ല. മൻമോഹൻ സിംഗും നമ്മുടെ ധനമന്ത്രി ചിദംബരവുമൊക്കെ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുന്നു. നമുക്കവരോട് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വികസനം ആരുടെ വികസനമാണ്? എന്ത് വികസനമാണ്? സകല പട്ടണങ്ങളിലും വലിയ വലിയ കോൺക്രീറ്റ് കാടുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ നാടുകൾ വികസിക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മൾട്ടിനാഷണൽ ആശുപത്രികളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആരോഗ്യരംഗത്ത് നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു, അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. സാധാരണക്കാരന്റെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന വലിയ വലിയ സ്വാശ്രയ കോളേജുകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കടം വാങ്ങിയ പണം കാണിച്ചിട്ട് സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയുണ്ട് എന്ന് പറയുമ്പോൾ ഭ്രാന്തമായ വികസനത്തിന്റെ കെട്ടുകാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നമ്മുടെ കേരളീയ സമൂഹത്തോട് ചില വസ്തുതകൾ പറയുകയുണ്ടായി. ഇതൊരിക്കലും വികസനമല്ല. വികസനം എന്ന് പറയുന്നത് കോൺക്രീറ്റ് കാടുകളല്ല. വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളമുണ്ടാവണം, ശുദ്ധമായ വെള്ളമുണ്ടായിരിക്കണം, ശ്വസിക്കാൻ ശുദ്ധമായ വായു ഉണ്ടായിരിക്കണം, അവർക്ക് താമസിക്കുവാൻ ഒരു കൊച്ചു കുടിലുണ്ടായിരിക്കണം, അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കണം, അവരുടെ കൈവശം പണമില്ലെങ്കിലും അവരുടെ കുട്ടികൾക്ക് പഠിക്കുവാനും അതേപോലെ തന്നെ ചികിത്സിക്കുവാനുമുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കണം. ഇങ്ങനെ മനുഷ്യരുടെ മൗലികമായ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക. പകലിന്റെ പോരാട്ടവും രാത്രിയുടെ പ്രാർത്ഥനയും ഒത്തുചേരുന്നിടത്ത് ഒരു യുഗപ്പിറവി ഉണ്ടാകും. ആ യുഗപ്പിറവിക്ക് വേണ്ടി പ്രതീക്ഷാപൂർവം പ്രാർത്ഥനാപൂർവം പോരാട്ടത്തിലൂടെ സേവനത്തിലൂടെ പകലിനെയും രാത്രിയെയും സമന്വയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ യുഗപ്പിറവി സാധ്യമാവുക തന്നെ ചെയ്യും. അവിടെയാണ് ഞാൻ പറയുന്നത്, ആ യുഗപ്പിറവിയുടെ സന്തോഷത്തിന്റെ കിരണങ്ങൾ ലോകത്തു നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് അധിനിവേശത്തിന്റെ കാട്ടുനീതിക്കെതിരെ നജാദ് എഴുന്നേറ്റ് നിൽക്കുമ്പോ, ഹ്യൂഗോ ചാവേസ് എഴുന്നേറ്റ് നിൽക്കുമ്പോ, ബൊളീവിയയിലെ ഈവോ മോറസ് എഴുന്നേറ്റ് നിൽക്കുമ്പോ, ലബനാനിലെ ഹസൻ നസ്രുള്ള എഴുന്നേറ്റ് നിൽക്കുമ്പോ, അവരെല്ലാവരും അവരുടെ സാമ്രാജ്യത്വ വിരുദ്ധ, ഫാഷിസ്റ്റ് വിരുദ്ധ, വംശീയ വിരുദ്ധ വിപ്ലവത്തിന്റെ കൈകൾ കോർത്തുപിടിക്കുമ്പോൾ ഇന്ന് കൊച്ചു കേരളത്തിൽ നിന്ന് പാതിരാവിന്റെ പ്രാർത്ഥനയിലും പകലിന്റെ പോരാട്ടത്തിലും നിർമ്മിച്ചെടുത്ത നിങ്ങളുടെ വിപ്ലവവീര്യമുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആർജവത്തിന്റെ ചുണയുടെ ആവേശത്തിന്റെ കൈകളെ നിങ്ങൾ അവരോട് ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ സാമ്രാജ്യത്വം തകരുക തന്നെ ചെയ്യും. നമ്രൂദ് തകർന്നു, ഫറോവ തകർന്നു, ഇബ്രാഹിം ആവുക, മൂസയാവുക, അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാലഘട്ടത്തിന്റെ ചെകുത്താന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക. ഈ യുദ്ധം വിജയിച്ചേ പറ്റൂ, വിജയിക്കാനുള്ളതാണ്.